നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജൂൺ മാസം 1-ാം തീയതി മുതൽ ജൂൺ മാസം 7 വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. 1-ാം തീയതി ശുക്രൻ മീനത്തിൽ നിന്ന് മേടം രാശിയിലേക്ക് സംക്രമിക്കുന്നു. അതുപോലെ തന്നെ 6-ാം തീയതി ബുധൻ മിഥുനം രാശിയിലേക്കും മാറുന്നുണ്ട്. അപ്പോൾ ശുക്രൻ ജന്മത്തിലേക്ക് വരികയാണ്. മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം നക്ഷത്രക്കാർക്ക് സ്വാഭാവികമായും അവരുടെ സൗന്ദര്യം വർദ്ധിക്കാം. ഈ മേടക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്ക് അവരുടെ സൗന്ദര്യം വർദ്ധിക്കാം. പ്രത്യേകിച്ചും പ്രായഭേദമന്യേ ഒരു വ്യക്തിത്വ വികസനം കാണുന്നു. ശാരീരികമായ അത് അവരുടെ കർമ്മരംഗത്തെയും അവരുടെ വ്യക്തിപരമായ ജീവിതത്തെയും കൂടുതൽ പോസിറ്റീവായി സ്വാധീനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശുക്രൻ്റെ നില, ശുക്രൻ 25 ദിവസം കൊണ്ട്, ഏകദേശം 25 ദിവസങ്ങൾ കൊണ്ടാണ് ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സംക്രമിക്കുന്നത്. അതുകൊണ്ട് ഏകദേശം ഒരു ദിവസം 1 ഡിഗ്രി എന്ന മട്ടിലാണ് സഞ്ചാരം ഏകദേശം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓരോ ദിവസവും ശുക്രൻ്റെ സഞ്ചാരത്തിന് വലിയ പ്രാധാന്യമുണ്ടാകും നക്ഷത്രക്കാർക്ക്. സ്വാഭാവികമായും ഭംഗി, കഴിവ്, പ്രവർത്തന മേഖലയിലെ വിജയം, അതുപോലെ തന്നെ മറ്റുള്ളവരെ ആകർഷിപ്പിക്കാനുള്ള കഴിവ്, തങ്ങളുടെ വ്യക്തിത്വത്തിലേക്ക് മറ്റുള്ളവരെ സ്വാഗതം ചെയ്യാനുള്ള കഴിവ്, ഇതെല്ലാം വർദ്ധിക്കുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. അത് സാമ്പത്തിക നേട്ടത്തിനും പ്രവർത്തന വിജയത്തിനും പൊതുവെയുള്ള ഐശ്വര്യവർദ്ധനവിനും കാരണമായി മാറുന്നു. ആഴ്ചയുടെ തുടക്ക ദിവസം ഇവരുടെ മാതാവിന് ചെറിയ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ആഴ്ചയുടെ തുടക്ക ദിവസം വാഹനം വളരെ ശ്രദ്ധിച്ച് ഓടിക്കണമെന്ന് കാണുന്നുണ്ട്. കാരണം ചെറിയ അപകട സാധ്യതകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത, പ്രത്യേകിച്ചും കാൽമുട്ട്, തുട ഈ ഭാഗങ്ങളിൽ മുറിവുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കണം. സന്താനങ്ങളുമൊത്ത് മാതാവുമൊത്ത് ഉള്ള സഞ്ചാരമാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ശാരീരികമായ അപകടാവസ്ഥയോ മറ്റെന്തെങ്കിലും രോഗമോ പനിയോ ഒക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇവരുടെ സന്താനങ്ങൾക്ക്. അത് വളരെ ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഇവർക്ക് ആഴ്ചയുടെ ആദ്യത്തെ ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ആഴ്ചയുടെ ആദ്യ പകുതിക്ക് ശേഷം സാമ്പത്തികമായിട്ട് വളരെ ഗുണമാണ് കാണുന്നത്. കഴിഞ്ഞ കുറേ കാലമായി പ്രവർത്തിച്ചിടത്ത് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക വരവിന് തടസ്സമോ പ്രശ്നമോ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊരു മാറ്റം വരികയും അത് മൊത്തമായി കിട്ടുകയോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വായ്പയോ മറ്റോ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന് അനുകൂലമായ തീരുമാനമുണ്ടാവുകയോ ചെയ്യും. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ജീവിത പങ്കാളിയുമൊത്ത് ഉല്ലാസയാത്ര നടത്തുവാനും അല്ലെങ്കിൽ ഈ നക്ഷത്രത്തിൽപ്പെട്ട പ്രണയിനികൾക്ക് അല്ലെങ്കിൽ പ്രണേതാക്കൾക്ക് കൂടുതൽ നന്നായി അവരുടെ പങ്കാളിയുമൊത്ത് സഞ്ചരിക്കാനും മനസ്സിന് സന്തോഷം ലഭിക്കാനുമുള്ള സാധ്യതയുണ്ട്. വിദേശത്ത് പോയി പഠിക്കുവാനോ അല്ലെങ്കിൽ അവിടെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യത്തിനോ അനുകൂലമായ തീരുമാനമുണ്ടാകുന്നതായി കാണുന്നു ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ. അതുപോലെ പൊതുവെ മറ്റൊരു രാജ്യത്ത് ജീവിക്കുന്ന വ്യക്തികൾക്കും ഈ നക്ഷത്രക്കാരാണെങ്കിൽ ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ അവർക്ക് വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രവർത്തനത്തിൽ വിജയം, വരുമാന വർധനവ്, ഇഷ്ടപ്പെട്ട വ്യക്തിയെ കാണാൻ സാധിക്കുക, അവരുമൊത്ത് നല്ല നിമിഷങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുക, ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് വിജയമുണ്ടാവുക, അങ്ങനെ പല കാര്യങ്ങളിലും ഗുണം കാണുന്നു. പൊതുവേ മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയുടെ 2-ാമത്തെ പകുതി നല്ല ദിവസങ്ങൾ ഈ ആഴ്ചയിൽ ഇവർക്ക് എന്ന് പറയുന്നത് 4, 5, 6, 7, 8 ദിവസങ്ങൾ പൊതുവെ ഗുണകരമാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ തുടക്ക ദിവസം വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ ഊർജ്ജസ്വലവും കാര്യക്ഷമവുമായി തങ്ങളുടെ ഭാവി പരിപാടികൾ അല്ലെങ്കിൽ കർമ്മമേഖല ആവിഷ്കരിക്കുക എന്നുള്ള ഒരിത് കാണുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയോ അല്ലെങ്കിൽ സുഹൃത്തോ അതുമല്ലെങ്കിൽ സഹോദര സ്ഥാനത്തുള്ളവരോ ഇവരുടെ ഇത്തരം സംരംഭങ്ങളിൽ ഇവരെ സഹായിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അധിക ചിലവ് ഉണ്ടാകും ഇവർക്ക് പൊതുവെ ഈ ആഴ്ചയിൽ. അത് പ്രത്യേകിച്ചും നല്ല വസ്ത്രങ്ങൾ വാങ്ങുന്നതിനോ അല്ലെങ്കിൽ ചമയങ്ങൾ വാങ്ങുന്നതിനോ ഒരുങ്ങി പുറത്തു പോകുന്നതിനോ അല്ലെങ്കിൽ വീട്ടിലെ വില കൂടിയ ഫർണിച്ചർ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടോ അടുക്കളയിൽ പുതിയ കാര്യങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടോ ഒക്കെ ധാരാളം പണം ചിലവഴിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ചില കാര്യങ്ങളിൽ ഇവർ മറ്റുള്ളവരുമൊത്ത് സഹകരിച്ച് പ്രവർത്തിക്കുകയും എന്നാൽ ഈ ആഴ്ചയിൽ ഒടുവിൽ അവർക്ക് അത്ര സുഖകരമല്ലാത്ത വർത്തമാനങ്ങൾ കേൾക്കേണ്ടി വരികയും ചെയ്യും. ആത്മാർത്ഥമായി പ്രവർത്തിച്ചതിന് ചിലപ്പോൾ മനസ്സിനെ വേദനിപ്പിക്കുന്ന വാക്കുകളായിരിക്കും പ്രതിഫലമായി കിട്ടുക. അതുകൊണ്ട് ഓരോ കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും
വളരെ ശ്രദ്ധിച്ചിടപെടണം. എല്ലാ നല്ല കാര്യങ്ങളും കേട്ടുകൊണ്ടായിരിക്കും ഒരു കാര്യം അവസാനിക്കുക എന്ന ചിന്തയൊന്നും വേണ്ട. അങ്ങനെ ഉണ്ടാവണമെന്നില്ല. ഏറ്റവും വേണ്ടപ്പെട്ടവർ തന്നെ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ വിമർശിക്കുകയോ പരിഹസിക്കുകയോ ചെയ്തെന്നിരിക്കാം. എന്നാലും പൊതുവെ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ, അതായത് ആദ്യ പകുതിക്ക് ശേഷമുള്ള ദിവസങ്ങൾ, പ്രത്യേകിച്ചും വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ട് കാണുന്നു. തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള മുടക്കമോ പ്രശ്നമോ നേരത്തെ വന്നിരുന്നുവെങ്കിൽ അതിനൊക്കെ മാറ്റമുണ്ടാകുന്നു. മുടക്കം വന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമായി മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ഉദരവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അസുഖമോ പ്രശ്നമോ ഉണ്ടായിരുന്നെങ്കിൽ അത് മാറുന്നു. തങ്ങളുടെ എതിരഭിപ്രായത്തിൽ നിന്നിരുന്നവർ, തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പാരവച്ചിരുന്നവർ, അവരൊക്കെ മാറുന്നതായിട്ടാണ് കാണുന്നത്. അവർ ഈ നക്ഷത്രക്കാരുമായി കൂടുതൽ സഹകരിച്ച് മുന്നോട്ട് പോകുന്നതിനുള്ള കാര്യങ്ങൾക്ക് തുടക്കമിടുന്നു. അമിതമായി പണം ചിലവഴിക്കുന്ന അവസ്ഥയിൽ നിന്ന് അനാമത്ത് ചിലവുകൾ മാറി കൃത്യമായി ചിലവുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള ഒരു ആസൂത്രണ സംവിധാനം ഇവർക്ക് കൈവരുന്നു. സാമ്പത്തികമായി ലാഭം കിട്ടുന്ന കാര്യങ്ങളിൽ പണം മുടക്കുന്നു. വായ്പ അനുവദിച്ച് കിട്ടുന്നു. പ്രവർത്തനങ്ങൾ തടസ്സമൊക്കെ മാറി മുന്നോട്ട് പോകുന്നു. ആഴ്ചയുടെ അവസാനത്തെ 3 ദിവസങ്ങളാണ് പ്രധാനമായും അത് കാണുന്നത്. തുടക്ക ദിവസവും നല്ലതാണ്. ഇടയ്ക്കുള്ള 1-2 ദിവസങ്ങൾ, അതായത് തിങ്കൾ, ചൊവ്വ ദിവസങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ഈ ഡയഫ്രം ഭാഗത്ത്, ഹൃദയത്തിനെയും അതുപോലെ ഉദരത്തെയും വേർതിരിക്കുന്ന ഭാഗത്ത് പെയിനോ മറ്റ് അസ്വസ്ഥതകളോ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ശ്വാസകോശ സംബന്ധമായും ചിലപ്പോൾ അസുഖങ്ങൾ ഉണ്ടാകാം. വൈറൽ ഡിസീസൊക്കെ വരാനുള്ള സാധ്യതയും കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, പിന്നെ 6-ാം തീയതി രാത്രി, വൈകുന്നേരത്തിന് ശേഷം തന്നെ 6-ാം തീയതി 7-ഉം 8-ഉം ചേർന്നുള്ള ദിവസങ്ങൾ വളരെ ഗുണകരമാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ തുടക്കത്തിൽ 2-ലാണ്. പക്ഷേ എന്നാലും പൊതുവേ ഇവർക്കിപ്പോൾ 11-ൽ നിൽക്കുന്ന ശുക്രൻ്റെ നില കൂടുതലായി ചിന്തിക്കണം. അത് വലിയ ഗുണത്തെയാണ് ഇവർക്ക് ചെയ്യുക. സാമ്പത്തികമായ നേട്ടം, തങ്ങളുടെ കർമ്മമേഖലയിൽ മറ്റുള്ളവരെ ആകർഷിപ്പിച്ച് തങ്ങളുടെ പ്രോഡക്റ്റോ അല്ലെങ്കിൽ തങ്ങളുടെ പ്രവർത്തനമോ കൂടുതൽ വിപണന സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ തക്കവണ്ണമുള്ള ഒരു കഴിവുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ കർമ്മമേഖലയിൽ വളരെ വലിയ ഗുണങ്ങളുണ്ടാകുന്നു. സാമ്പത്തികമായ നേട്ടമാണ് അതിൻ്റെ പരിണതഫലം. അതുകൊണ്ട് നല്ല കാശ് വരുന്നു ഈ ഒരാഴ്ച. സ്ത്രീകൾ മുഖേന സഹായമുണ്ടാകുന്നു ഈ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്ക്. അതുകൊണ്ട് സ്ത്രീകൾക്കാണെങ്കിൽ, ഈ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്കാണെങ്കിൽ പുരുഷന്മാർ മുഖേനയും വളരെ സഹായമുണ്ടാകുന്നതായി കാണുന്നു. പ്രണയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്ര ഗുണകരമായിട്ടാണ് കാണുന്നത്. അവിടുത്തെ ജോലിയുടെ കാര്യത്തിലായാലും ശരി, പഠനത്തിൻ്റെ കാര്യത്തിലായാലും ശരി, അല്ലെങ്കിൽ അവിടെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നവർക്ക് താമസവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ മാറ്റം വരുന്നതായിട്ട് കാണുന്നു. പൊതുവെ അത്തരം കാര്യങ്ങൾ അനുകൂലമാണ്. കലാപരമായ കഴിവുള്ളവർക്കും ഗുണമാണ്. ജോലിക്ക് പുറമേ മറ്റെന്തെങ്കിലും കഴിവോ മറ്റെന്തെങ്കിലും പ്രവർത്തന രംഗമോ ഉണ്ടെങ്കിൽ അവിടെ നിന്നും വരുമാന സാധ്യതയും പ്രവർത്തന ഗുണവും കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ തൊട്ട അയൽപക്കവുമായോ അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുമായോ ഉണ്ടാവാം. ചെറിയ ചില സൗന്ദര്യപ്പിണക്കമോ അഭിപ്രായ വ്യത്യാസമോ ഒക്കെ ആവാം. അതല്ലാതെ അതിൽ കൂടുതൽ ഗൗരവമൊന്നും അതിനുണ്ടാവില്ല. എന്നാൽ തുടർന്നുള്ള ദിവസങ്ങൾ വളരെ നല്ലതാണ് ഇവർക്ക്. ആഴ്ചയുടെ ആദ്യ പകുതിക്ക് അടുത്തുള്ള ദിവസങ്ങൾ സാമ്പത്തികമായ ഗുണവും പ്രവർത്തനങ്ങളിൽ വിജയവും, തങ്ങൾ ആർക്കു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നോ അവരുമായി നല്ല രീതിയിൽ സഹകരിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാകുന്നു. സഹോദരന്മാരിൽ നിന്നും അടുത്ത ബന്ധുക്കളിൽ നിന്നും ഗുണമുണ്ടാകുന്നു. പ്രവർത്തനത്തിൽ കൂടുതൽ കാര്യക്ഷമത വരുത്തുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ തൊഴിൽ രംഗത്തും പ്രവർത്തന രംഗത്തും ഇവർക്ക് ഉള്ള മതിപ്പ് വർദ്ധിക്കുന്നു. സഹപ്രവർത്തകരുടെയും അതുപോലെ മേലധികാരികളുടെയും അനുമോദനങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നു. സാമ്പത്തികമായ ഗുണമുണ്ടാകുന്നു. പെട്ടെന്ന് ചില മാറ്റങ്ങളും ചില തീരുമാനങ്ങളുമൊക്കെ ഇവരുടെ കർമ്മരംഗത്ത് വളരെ ഗുണത്തെ ചെയ്യുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ദോഷം, മുഖം ശ്രദ്ധിക്കണം. സൈനസൈറ്റിസോ അല്ലെങ്കിൽ കണ്ണിനോ എന്തെങ്കിലുമൊക്കെ ദീനമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കണ്ണ്, മൂക്ക്, ചെവി, തൊണ്ട ഈ ഭാഗങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അസുഖത്തിൻ്റെയോ അപകട സാധ്യതയുടെയൊക്കെ കാര്യങ്ങളാണ് ഇവിടെ കൂടുതലും വരിക. ആഴ്ചയുടെ അവസാനത്തെ ദിവസം ആണ് ഇവർ കൂടുതലായി ശ്രദ്ധിക്കേണ്ടത്. സന്താനങ്ങൾക്കത്ര നല്ലതല്ല. അവരുടെ ആരോഗ്യ സംരക്ഷണത്തിനോ
അല്ലെങ്കിൽ പഠന സംബന്ധമായ കാര്യങ്ങൾക്കോ കൂടുതൽ പണം ചിലവഴിക്കേണ്ടി വരുമെന്നും കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം, മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 2-3 ദിവസങ്ങളാണ് ഗുണകരമായി കാണുന്നത്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഈ ആഴ്ച അവരുടെ തൊഴിൽ രംഗം അല്പം ശ്രദ്ധിക്കണം. എന്നാൽ കഴിവനുസരിച്ച് മുന്നോട്ട് പോകാൻ ഉള്ള ഒരു അവസ്ഥ അവർക്ക് ബുധൻ്റെ ഒരു നില കാരണം ഉണ്ടാകും. കാരണം 6-ാം തീയതി വരെ ബുധൻ അവർക്ക് 11-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. 11-ൽ ബുധൻ സഞ്ചരിക്കുന്നത് ഗുണകരമാണ്. പ്രത്യേകിച്ചും അവരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് അവർക്ക് 3-ാം ഭാവാധിപത്യം കൂടി ബുധൻ ഉള്ളതുകൊണ്ട് അങ്ങേയറ്റത്തെ ഊർജ്ജസ്വലതയോടുകൂടി ഒരു ശക്തമാർന്ന മനസ്സിൻ്റെ പിൻബലത്തോടു കൂടി അവർക്ക് അവരുടെ കർമ്മരംഗത്ത് ശോഭിക്കാൻ സാധിക്കും. പ്രത്യേകിച്ചും കഴിവുകളുള്ളവർ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കഴിവുകളുടെ അടിസ്ഥാനപ്പെടുത്തി ജോലി കിട്ടുന്നവർ അവർക്കൊക്കെ കൂടുതൽ ഗുണകരമായിട്ട് കാണുന്നു. അമ്മാവന്മാരുമായും അമ്മയുടെ ബന്ധുക്കളുമായിട്ടൊക്കെ ചേർന്ന് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുകയോ അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾക്ക് അവരിൽ നിന്ന് പണമോ മറ്റ് സഹകരണമോ ലഭിക്കുകയോ ചെയ്യുന്നതായിട്ട് കാണുന്നു. പൊതുവെ ഗുണകരമായ അവസ്ഥയാണ് കാണുന്നത്. തങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിലോ അല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിലെ കാര്യങ്ങളിലോ ഒക്കെ പങ്കെടുക്കുകയും ഭക്തിപൂർവ്വം അത്തരം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് പൊതുവെ ഇവരുടെ ഈ അനുഗ്രഹം, ഭാഗ്യം എന്നുള്ളതൊക്കെ കുറച്ച് വർദ്ധിക്കും. സാമ്പത്തിക നേട്ടവും പ്രവർത്തന വിജയവുമാണ് അതിൽ പ്രധാനമായും കാണുന്നത്. ത്വക്ക് സംബന്ധമായ എന്തെങ്കിലും അസുഖമുണ്ടാകാം. അതുപോലെ വയറ് ഇങ്ങനെ വീർത്ത് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ പ്രധാനമായും ഇവരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ രംഗം വളരെ ശ്രദ്ധിക്കണം. തങ്ങളുടെ മേഖലയിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശത്രുത ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ, പുരുഷ നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കണം. അവർക്ക് സ്ത്രീകളിൽ നിന്ന് തൊഴിൽ രംഗത്ത്, പ്രവർത്തന രംഗത്ത് എന്തെങ്കിലുമൊക്കെ അനിഷ്ടകരങ്ങളായ സംഭവങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം അത്തരം കാര്യങ്ങൾ. അതുപോലെ തന്നെ അപവാദമോ മറ്റെന്തെങ്കിലും പേരുദോഷമോ ഒക്കെ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസം നല്ലതാണ്. അതിനുശേഷം ആഴ്ചയുടെ ആദ്യ പകുതിയോട് അടുപ്പിച്ചുള്ള ദിവസങ്ങളും വളരെ ഗുണകരമായിട്ട് കാണുന്നു. അതായത് ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങൾ കൂടുതൽ ഗുണകരമായിട്ട് കാണുന്നു. പ്രത്യേകിച്ചും പ്രവർത്തനങ്ങളിൽ വിജയവും സാമ്പത്തിക നേട്ടവും ഏറ്റവും വേണ്ടപ്പെട്ടവരുമൊത്ത് സഹവസിക്കാനും അതുപോലെ ബന്ധുമിത്രാദികളും സഹോദരങ്ങൾക്കുമൊക്കെ വലിയ ഗുണത്തെ ചെയ്യുവാനും അവരുമായി ബന്ധപ്പെട്ട് ഇവർക്കും ഗുണാനുകൂല്യങ്ങൾ കിട്ടുവാനുമൊക്കെയുള്ള സാധ്യത ഉള്ള ദിവസങ്ങളാണത്. നല്ല ദിവസങ്ങൾ കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിൽ 1, അത് കഴിഞ്ഞാൽ 4, 5, 6 രാത്രി വരെയും താരതമ്യേന ഗുണകരമാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമശനിയുടെയും അതുപോലെ 7-ൽ രാഹുവിൻ്റെയും ഒക്കെ അവസ്ഥയുണ്ട്. ജന്മത്തിൽ കേതു നിൽക്കുന്നു. അതുപോലെ 6-ാം തീയതി തൊട്ട്, അത് ആഴ്ചയുടെ അവസാനത്തെ 2 ദിവസങ്ങൾ ചൊവ്വയുടെ സാന്നിധ്യം കൂടി വരുന്നുണ്ട്. എന്നാലും പൊതുവേ 10-ൽ ബുധനും 9-ൽ ശുക്രനും നിൽക്കുന്നതിനാൽ ഇവർക്ക് അനുഗ്രഹം, ഭാഗ്യം, കർമ്മസ്ഥലത്തുള്ള അവരുടെ പ്രവർത്തനങ്ങളിൽ മികവ്, ഇത്രയും നടക്കുന്നു. എന്തായാലും പിന്നെ 11-ലെ വ്യാഴം തീർച്ചയായിട്ടും വളരെ നോട്ടബിളായിട്ടുള്ള ഒരു മാറ്റമാണ്. 11-ാം ഭാവത്തിലേക്ക് വ്യാഴം വന്നിരിക്കുന്നത്. അപ്പോൾ പ്രവർത്തനങ്ങളിൽ ഉയർച്ച, ഭാഗ്യം, വിജയം ഇതുണ്ടാകുന്നു. സ്വാഭാവികമായും അതനുസരിച്ച് ഇവരുടെ വരുമാനം വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ കർമ്മമേഖലയിൽ കുറച്ചുകൂടി കാര്യക്ഷമമായി തങ്ങളുടെ കഴിവ് കൃത്യമായി ശാസ്ത്രീയമായി പ്രയോഗിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. കൂടുതൽ പഠനവും ഗവേഷണവുമൊക്കെ അതിനുവേണ്ടി ഉപയോഗിച്ചുകൊണ്ട് മുന്നേറാൻ സാധിക്കുന്നു. അതുകൊണ്ട് കർമ്മമേഖലയും അതിനുള്ള അനുഗ്രഹവും അതിൽ നിന്നുള്ള വരുമാനവും കൃത്യമായി ഇവർക്ക് ഗുണകരമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് 9, 10, 11 ഭാവങ്ങൾ അനുകൂലമായ ഗ്രഹങ്ങൾ നിൽക്കുന്നതിനാൽ ഗുണത്തെ തന്നെ പറയണം. എന്നാൽ ജന്മത്തിൽ നിൽക്കുന്ന 6-ാം തീയതിക്ക് ശേഷം വരുന്ന ചൊവ്വയും അതുപോലെ തന്നെ കേതുവും 7-ലെ രാഹുവും ദാമ്പത്യ ബന്ധത്തിലും അതുപോലെ സ്വന്തം ആരോഗ്യ കാര്യങ്ങളിലുമൊക്കെ ശ്രദ്ധ പതിപ്പിക്കണമെന്നാണ് കാണിക്കുന്നത്. സുതാര്യത നിലനിർത്തിയില്ലെങ്കിൽ കുടുംബ ബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടാകാം. അഷ്ടമത്തിൽ ശനി ഇത്തരം പ്രശ്നങ്ങളെ വർദ്ധിപ്പിക്കാം. ചിലപ്പോൾ അധമ ബന്ധങ്ങൾ ദോഷകരമായി വരാം. അതുമായി ബന്ധപ്പെട്ട് കേസോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. അതുപോലെ തന്നെ സ്വന്തം കുടുംബത്തിൽ തങ്ങളുടെ മതിപ്പ് വില കുറയാനുള്ള സാധ്യത, തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യത, ലോവർ അബ്ഡമിൻ, ജെനിറ്റൽ ഓർഗൻസ് ഭാഗങ്ങളിൽ ഇൻഫെക്ഷനോ അസുഖമോ ഉണ്ടാകാനുള്ള സാധ്യത ഇതൊക്കെ തള്ളിക്കളയാവുന്നതല്ല. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ശാരീരികമായ അവശത, അപകട സാധ്യത, ഭാരമുള്ള വസ്തുക്കളോ അതുപോലെ മൂർച്ചയുള്ള വസ്തുക്കളോ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. തീയ്, ഇലക്ട്രിസിറ്റി ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴും വളരെ കരുതലെടുക്കണം.
അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാവുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം, അതായത് ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 2, 3 ശേഷം 6 രാത്രി കഴിഞ്ഞ് 7, 8 ദിവസങ്ങൾ നല്ലതാണ്. 7, 8 ദിവസങ്ങൾ 6 രാത്രി കഴിഞ്ഞ് 7, 8 വരുന്നില്ല, 8 അടുത്ത ആഴ്ചയിലേക്ക് പോകും. 6, 7 ദിവസങ്ങളും പൊതുവെ ഗുണമാണ്. ഇതിൽ 6-ാം തീയതിയാണ് ചൊവ്വയുടെ മാറ്റം. ചൊവ്വ മാറുമ്പോൾ ശാരീരികമായ അവശതയും പ്രശ്നങ്ങളുമാണ് പ്രധാനം. പക്ഷേ ബാക്കി കാര്യങ്ങൾ, സാമ്പത്തിക നേട്ടവും മറ്റു കാര്യങ്ങളിലും അത് വലിയ ദോഷം ചെയ്യില്ല. അതുകൊണ്ടാണ് നല്ലത് എന്ന് പറഞ്ഞത്. പക്ഷേ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അത്ര നല്ലതല്ല, അത് ശ്രദ്ധ വേണം. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം ചിത്രയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസവും അത് കഴിഞ്ഞാൽ പിന്നെ ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളും വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും സാമ്പത്തിക നേട്ടമാണ് ഇവർക്ക് പ്രധാനമായും കാണുന്നത്. പ്രത്യേകിച്ചും തുടക്ക ദിവസത്തിൽ അപ്രതീക്ഷിതമായി ഇവരിലേക്ക് സാമ്പത്തിക സഹായം വരാനുള്ള സാധ്യത കാണുന്നു. അതല്ലെങ്കിൽ കൂടുതൽ സാമ്പത്തികം ലഭിക്കുമാറ്, കൂടുതൽ ധനം തങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി തങ്ങളുടെ കർമ്മത്തിൽ വളരെ നല്ല ഉപായങ്ങൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഈ തുടക്ക ദിവസം കാണുന്നു. അത്തരം കാര്യങ്ങളുമായി എന്തെങ്കിലും ഡിസ്കഷനോ മറ്റുള്ള വിദഗ്ധരിൽ നിന്ന് ഉപദേശമോ ഇവർക്ക് കിട്ടുന്നു. അതുകൊണ്ട് തന്നെ കർമ്മമേഖലയിൽ കുറച്ചുകൂടി ഇവർക്ക് തിളങ്ങാൻ സാധിക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. പൊതുവേ ഇവരുടെ കർമ്മരംഗത്തൊരു ചേഞ്ച് വ്യാഴം 10-ൽ നിൽക്കുന്നത് കൊണ്ട് കാണുന്നു. അഷ്ടമത്തിലെ ശുക്രൻ ഇവർക്ക് ദോഷമൊന്നും ചെയ്യില്ല. അപ്രതീക്ഷിതമായി സാമ്പത്തിക സഹായം ഉണ്ടാവാം, പ്രത്യേകിച്ച് സ്ത്രീകൾ വഴി സാമ്പത്തിക സഹായം ഉണ്ടാവാം. അതുപോലെ തന്നെ ദോഷങ്ങൾ അതിന് ഉണ്ടാകുന്നുണ്ട്. ചീത്തപ്പേരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപവാദമോ ഒക്കെ ഉണ്ടാകാം. മാസം തുടക്കത്തിലൊക്കെ ഇവർക്ക്, ആഴ്ചയുടെ തുടക്കത്തിലൊക്കെ തടസ്സങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ അതിജീവിക്കാൻ തക്കവണ്ണമുള്ള ഉപായങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പുതിയ ടെക്നിക്കുകൾ അപ്ലൈ ചെയ്യാനുള്ള അവസ്ഥയൊക്കെ ഉണ്ടാകുമെങ്കിലും തിങ്കൾ, ചൊവ്വ ദിവസങ്ങൾ അല്പം ശ്രദ്ധിക്കണം. അമിത ചെലവിൻ്റെ ദിവസങ്ങളായിട്ടാണ് കാണുന്നത്. എന്നാൽ ബുധൻ, വ്യാഴം, വെള്ളി സാമ്പത്തികമായ നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയവുമൊക്കെ കാണുന്നു. ആഴ്ചയുടെ അവസാന ദിവസം വാക്ക് തന്നെ ശത്രുവായി മാറാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് തങ്ങളുടെ അയൽക്കാരുമായി ബന്ധപ്പെട്ടോ ഏറ്റവും വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടോ അറിയാതെയെങ്കിലും പറഞ്ഞു പോകുന്ന വാക്കുകൾ ശത്രുത ഉണ്ടാക്കാനുള്ള സാധ്യത കാണുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി, എപ്പോഴും ജാഗ്രതയോടുകൂടി തന്നെ പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുക. ശ്രദ്ധ, ബോധം, ഇത് തന്നെയാണ് ഈശ്വരൻ. ബോധമാണ് ഈശ്വരൻ എന്നാണ് ചൊല്ല്. അതുകൊണ്ട് നമ്മുടെ ബോധത്തെ നശിപ്പിക്കുന്ന എന്തും ചെകുത്താൻ്റെ ഇടപെടലാണ്. മദ്യം, ലഹരി, ഇതൊക്കെ ബോധത്തെ നശിപ്പിക്കുന്നതാണ്. ഇതെല്ലാം ചെകുത്താൻ സേവയാണ്. അതുകൊണ്ട് തന്നെ ഈശ്വരീയമായ കാര്യമെന്ന് പറഞ്ഞാൽ സദ്ബോധത്തോടെ നിൽക്കുക, അതെപ്പോഴും ശ്രദ്ധിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, അത് കഴിഞ്ഞാൽ 4, 5, 6 രാത്രി വരെയും ഗുണകരമാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ ആദ്യ പകുതി വളരെ ഗുണകരമാണ്. പ്രവർത്തനങ്ങളിൽ വിജയവും ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നടക്കുകയും അതുപോലെ തന്നെ തങ്ങൾക്ക് പണം ലഭിക്കേണ്ടുന്ന ഏരിയയിൽ എന്തെങ്കിലും തടസ്സമുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറിക്കിട്ടി പണം നിർലോഭം ഇവരിലേക്ക് വരികയും ചെയ്യുന്ന ഒരു അവസ്ഥ കാണുന്നു. പ്രവർത്തന രംഗം കുറച്ചുകൂടി സജീവമാകുന്നു. പുതിയ മാറ്റങ്ങൾ പ്രവർത്തന രംഗത്ത് വരുന്നു. അത് ആശാവഹമായ പ്രതീക്ഷ ഉയർത്തുന്നു. ആഴ്ചയുടെ അവസാനത്തെ 2 ദിവസവും വളരെ ഗുണകരമാണ്. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, മനസ്സിന് സന്തോഷം, ഇതെല്ലാം കാണുന്നു. പൊതുവേ ഉണ്ടായിരുന്ന ആശങ്കയുള്ള മനസ്സിനൊരു മാറ്റം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലാതെ തന്നെ മറ്റു ഗ്രഹങ്ങളുടെ സാന്നിധ്യവും ഇവർക്കിപ്പോൾ ഗുണകരമാണ്. വ്യാഴത്തിൻ്റെയും ശനിയുടെയും നില വളരെ ഗുണകരമാണ്. ശുക്രൻ ജീവിത പങ്കാളിയും ദാമ്പത്യ കാര്യങ്ങളിലും അല്പം ദോഷം ചെയ്യുമെങ്കിലും ബാക്കി കാര്യങ്ങളിൽ ഗുണമാണ്. അഷ്ടമ ബുധനും ഇവർക്ക് 6-ാം തീയതി വരെ വളരെ ഗുണകരമായ അവസ്ഥയാണ് കൊടുക്കുന്നത്. ഓർക്കാപ്പുറത്ത് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ഇവർക്ക് ഏത് വിധേനയുള്ള ധനപരമായിട്ടോ സാങ്കേതിക സഹായത്തിൻ്റെ രൂപത്തിലോ ഒക്കെ ഗുണകരമായ അവസ്ഥകൾ ഉണ്ടാകുമെന്നാണ് കാണുന്നത്. തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2, 3, പിന്നെ 6-ാം തീയതി രാത്രിക്ക് ശേഷം 7, 8 ഗുണകരമാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസം അത്ര നല്ലതല്ലെങ്കിലും തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങൾ വെള്ളിയാഴ്ച രാത്രി വരെയും ഗുണകരമായിട്ടാണ് കാണുന്നത്.
കർമ്മരംഗത്ത് ഇവർ ചില പുതിയ ആശയങ്ങൾ കൊണ്ടുവരികയോ പെട്ടെന്ന് ചില തീരുമാനങ്ങൾ മറ്റുള്ളവരുടെ ഉപദേശപ്രകാരം കൈക്കൊള്ളുകയോ ചെയ്യുന്നത് ഗുണകരമായിട്ട് കാണുന്നു. ഒരു ചേഞ്ച് കർമ്മരംഗത്ത് വരുന്നുണ്ട്. പുതിയ ചില ആശയങ്ങളുമായി ചിലർ കടന്നു വരുന്നതിനെ ഇവർ സ്വാഗതം ചെയ്യുന്നു. പ്രവർത്തന രംഗം കുറച്ചുകൂടി കുറച്ചുകൂടി പിരിമുറുക്കമുള്ളതാകുമെങ്കിലും അതിൽ നിന്ന് വിജയവും സാമ്പത്തിക വരുമാനവും കാണുന്നുണ്ട്. പ്രത്യേകിച്ച് തിങ്കളാഴ്ചയ്ക്ക് ശേഷം ഏകദേശം വ്യാഴാഴ്ച രാത്രി വരെയും ഗുണകരമായിട്ടാണ് കാണുന്നത്. വെള്ളിയും ശനിയും പൊതുവെ ഇവർക്ക് സാമ്പത്തികമായി അമിത ചെലവിൻ്റെ ദിവസങ്ങളായിട്ട് കാണുന്നു. ചിലപ്പോൾ ഈ വെള്ളിയും ശനിയും ചെയ്യുന്ന യാത്രകൾ അതിൻ്റെ ഫലത്തെ പ്രാപിക്കണമെന്നില്ല, വിജയത്തെ പ്രാപിക്കണമെന്നില്ല. അനാമത്ത് ചിലവുകളും ഉണ്ടാകാം. ഒരു യാത്ര പോകുമ്പോൾ ഉണ്ടാകുന്ന ചിലവ് ആ യാത്ര സക്സസ്ഫുൾ ആയാൽ മാത്രമാണ് നമുക്ക് നീതീകരിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ആ ചിലവ് ആ യാത്ര ഗുണകരമല്ല എന്ന് വേണം പറയാൻ. അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ ആഴ്ചയുടെ അവസാനത്തെ 2 ദിവസം ഉണ്ടാകാം. ബാക്കി പൊതുവെ ഇവർക്ക് ഗുണകരമാണ്. തുടക്ക ദിവസം പിതാവിനത്ര നല്ലതല്ല എന്ന് കാണുന്നു. ബാക്കിയുള്ള ദിവസങ്ങൾ അത്ര ദോഷമല്ല. ആരോഗ്യ സംബന്ധമായിട്ട് ഇവർക്കിപ്പോൾ പ്രധാനമായും കാണുന്നത് ത്വക്ക് സംബന്ധമായ എന്തെങ്കിലും അലർജി അസുഖമോ ഈ ചെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് തൊണ്ടയ്ക്ക് താഴെ ശ്വാസകോശ സംബന്ധമായി ലങ്സിൻ്റെ ഏരിയയിലൊക്കെ എന്തെങ്കിലും അവശത ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. പൊതുവേ ബാക്കി കാര്യങ്ങളൊക്കെ ഇവർക്ക് ഗുണകരമാണ്. ആഴ്ചയുടെ ദിവസങ്ങളൊക്കെ താരതമ്യേന ഗുണകരമായിട്ടാണ് കാണുന്നത്. അതായത് തിങ്കളാഴ്ചയ്ക്ക് ശേഷം ഏകദേശം വ്യാഴം വരെ ഗുണമാണ്. എന്നാൽ മൊത്തത്തിൽ ഗ്രഹനില എടുക്കുമ്പോൾ മാസഫലത്തിൽ ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 2, 3, 4, 5, 6 രാത്രി വരെയും ഗുണകരമാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ 7ലെ സഞ്ചാരമാണ്. അതുപോലെ ആഴ്ചയുടെ തുടക്ക ദിവസം ഇവർക്ക് അപ്രതീക്ഷിതമായി ചില വിജയ വാർത്തകളോ, നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ നടക്കുമെന്ന് ഉറപ്പ് കിട്ടുന്ന ചില വാർത്തകളോ കേൾക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ധനം ഇവർക്ക് വലിയ അനുഗ്രഹമായി കടന്നു വരും. അതിനുശേഷമുള്ള, അതായത് തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ പിതാവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷമമുള്ള വാർത്തയോ മറ്റോ കേൾക്കേണ്ടി വന്നേക്കാം. ശാരീരികമായ അവശതയോ മറ്റു രോഗാവസ്ഥകളോ ആവാം. അതൊന്നും ഗൗരവമുള്ള കാര്യങ്ങളല്ല. ശേഷം, അതായത് ആഴ്ചയുടെ 2ാം പകുതി ഇവർക്ക് വളരെ ഗുണകരമാണ്. പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലൊക്കെ വിജയമുണ്ടാകുന്നു, ആശിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നു. ഈ ദിവസങ്ങൾ ഇവർക്ക് പൊതുവെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന വിജയത്തിൻ്റെയോ നേട്ടത്തിൻ്റെയോ ഐശ്വര്യത്തിൻ്റെയോ വർത്തമാനങ്ങൾ കേൾക്കാൻ സാധിക്കുന്നു. പൊതുവെ പ്രവർത്തനങ്ങളിൽ വിജയവും സാമ്പത്തിക നേട്ടവും യാത്ര കൊണ്ട് ഗുണവും എന്താണോ പ്ലാൻ ചെയ്തിരുന്നത് ആ കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പൊതുവെ ധനുക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയുടെ 2ാം പകുതി കൂടുതൽ ഗുണകരമാണ്. ആദ്യ പകുതിയിൽ ആദ്യ ദിവസം അപ്രതീക്ഷിതമായ ധനസഹമായോ മറ്റു ഗുണകരമായ വാർത്തയോ കേൾക്കാം. തുടർന്ന് 2 ദിവസങ്ങൾ ശ്രദ്ധിക്കണം. പിതാവിന് അത്ര നല്ലതല്ല. ചില തടസ്സങ്ങൾ, അമംഗളമായ യാത്രകൾ, ഇതൊക്കെ അതായത് മംഗളകരമല്ലാത്ത യാത്രകളൊക്കെ ചെയ്യേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ശേഷമാണ് ഗുണം കാണുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 4, 5, 6, 7, 8 ഗുണകരമാണ്, താരതമ്യേന ഗുണകരമാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം അനിഷ്ടസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്നുണ്ട്. എങ്കിലും ഈ ആഴ്ചയുടെ കാര്യം എടുക്കുമ്പോൾ ഇവർക്ക് ആഴ്ചയുടെ തുടക്ക ദിവസവും അവസാനത്തെ 2-2.25 ദിവസങ്ങളും വളരെ നല്ലതായിട്ട് കാണുന്നു. ആഴ്ചയുടെ തുടക്ക ദിവസം ഇവർക്ക് അപ്രതീക്ഷിതമായിട്ട് ചില സഹായങ്ങൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ചും ഇവരുടെ ദാമ്പത്യ സംബന്ധമായ കാര്യങ്ങളിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. കലഹമോ പ്രശ്നമോ ഉണ്ടായിരുന്നവർ അതൊക്കെ മാറി ഒരുമിക്കുന്നു. അത് പ്രണയത്തിൻ്റെ കാര്യത്തിലായാലും ശരി, മറ്റ് സൗഹാർദ്ദങ്ങളുടെ കാര്യത്തിലായാലും ശരി, വിവാഹ ജീവിതത്തിൻ്റെ കാര്യത്തിലായാലും ശരി ഗുണമുള്ള ദിവസമാണ്. സാമ്പത്തികമായി ഗുണം, യാത്ര കൊണ്ട് ഗുണം, യാത്രയിൽ സന്തോഷവും ഉല്ലാസവുമൊക്കെ ഉണ്ടാകുന്നു. മംഗളകരമായ കാര്യങ്ങളിൽ പങ്കുകൊള്ളുന്നു. അതുമല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ പാർട്ടിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ നടത്തി മനസ്സിന് സന്തോഷം ലഭിക്കുന്നതായിട്ട് കാണുന്നു. എനിവേ ആഘോഷത്തിൻ്റെയും സുഖത്തിൻ്റെയും ഒരു ദിവസമാണ് തുടക്ക ദിവസം. ശേഷമുള്ള 2 ദിവസങ്ങൾ ശ്രദ്ധിക്കണം. അപ്രതീക്ഷിതമായിട്ട് ചില ചിലവുകൾ ഉണ്ടാകാം. അതുമല്ലെങ്കിൽ മാതാവിനോ പിതാവിനോ എന്തെങ്കിലും രക്ഷാകർതൃസ്ഥാനത്തുള്ളവർക്ക് എന്തെങ്കിലും രോഗമോ പ്രശ്നമോ, പ്രത്യേകിച്ചും കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ ഈ ഭാഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അതിനുശേഷം ഇവർക്ക് ആഴ്ചയുടെ അവസാനത്തെ 2 ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. വ്യാഴാഴ്ച രാത്രി മുതൽ സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, യാത്ര കൊണ്ട് ഗുണം, പുതിയ തീരുമാനങ്ങൾ വിജയത്തിലെത്തുന്ന അവസ്ഥ ഇവർക്ക് മനസ്സിലാവുന്നതായി കാണുന്നു.
ഗുണകരമായ ചില ഉദ്യമങ്ങളിൽ ഏർപ്പെടുകയും അതിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കുമെന്നുള്ള വാഗ്ദാനവും കിട്ടുന്നു. കൃത്യമായി സാമ്പത്തിക സഹായം അതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. തുടർന്നുള്ള ആഴ്ചകളിൽ അത് ഫലപ്രദമാകും. അതുകൊണ്ട് സ്വാഭാവികമായും ആഴ്ചയുടെ അവസാനത്തെ 2 ദിവസങ്ങളാണ് ഇവരുടെ സ്വന്തം പ്രവർത്തനങ്ങളിലെ വിജയത്തിൻ്റെ അടയാളം ഉണ്ടാകുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, അതിനുശേഷം 6, രാത്രിക്ക് ശേഷം 7, 8. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഇവർക്ക് ആഴ്ചയുടെ തുടക്കം, അതായത് ആദ്യ പകുതിയാണ് കൂടുതൽ ഗുണകരം. പൊതുവേ മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ സ്വാധീനം വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് കഴിഞ്ഞ കുറേ കാലത്തിന് ശേഷം വളരെ നല്ലതാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഴ്ചയുടെ ആദ്യ പകുതിയും ഇവർക്ക് ഗുണകരമായിട്ട് കാണുന്നു. അതായത് ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങൾ വളരെ ഗുണകരമാണ്. ശേഷമുള്ള ദിവസങ്ങൾ മോശം എന്നല്ല. ആദ്യ പകുതിയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ, അങ്ങനെ ഒരു താരതമ്യം നടത്തുമ്പോൾ കൂടുതൽ ഗുണം ആദ്യ പകുതിയാണ്. സാമ്പത്തിക നേട്ടം, കഴിഞ്ഞ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾക്ക് അതിൻ്റെ മുടക്കമൊക്കെ മാറി അത് സുഗമമായി മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നു. ആ ആലോചനയ്ക്ക് ശക്തമായ പിന്തുണ ലഭിക്കുന്നു. സാമ്പത്തിക സഹായം ലഭിക്കുന്നു. കടബാധ്യതയിൽ നിന്ന് മോചനമുണ്ടാകുന്നു. രോഗാവസ്ഥകളിൽ നിന്ന് മാറ്റമുണ്ടാകുന്നു. വിഭിന്ന രീതിയിൽ ചിന്തിച്ചിരുന്നവർ ഒരുമിക്കുന്നു. കലഹമൊക്കെ അവസാനിച്ച് മൈത്രി ബന്ധം പുതുക്കപ്പെടുന്നു. അതുപോലെ തന്നെ മംഗളകരമായ കാര്യങ്ങളിൽ പങ്കുകൊള്ളുന്നു. സ്വന്തം കാര്യത്തിൽ ഒരുപാട് മംഗളകരമായ ഐശ്വര്യപൂർണമായ കാര്യങ്ങൾ നടക്കുന്നു. വിവാഹ ജീവിതത്തിൻ്റെ സുഖം അനുഭവിക്കുന്നു, ഐശ്വര്യം അനുഭവിക്കുന്നു. അത് പ്രണയബന്ധത്തിൻ്റെ ആയാലും സുഖകരമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുന്നു. യാത്ര ഗുണം കാണുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയോ മറ്റ് ലക്ഷ്യങ്ങളോ പോസിറ്റീവായിട്ട് അതിൻ്റെ വാർത്തകൾ കേൾക്കുന്നു. എന്നാൽ ആഴ്ചയുടെ 2ാം പകുതി തുടങ്ങുമ്പോൾ അൺഎക്സ്പെക്റ്റഡായിട്ട് കുറച്ച് ചിലവോ ശാരീരികമായ അവശതയോ, പ്രത്യേകിച്ച് ശ്വാസകോശ സംബന്ധമായോ കഫ സംബന്ധമായോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. സൈനസൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ വർദ്ധിക്കുന്നു. മൊത്തത്തിൽ ശരീരത്തിനൊരു രോഗാവസ്ഥയോ ക്ഷീണിതാവസ്ഥയോ ഉണ്ടാകുന്നതുകൊണ്ട് പ്രവർത്തനങ്ങൾക്ക് മന്ദത ഉണ്ടാകുന്നതായി കാണുന്നു. എന്നാൽ അവസാന ദിവസങ്ങൾ അതൊക്കെ മാറുന്നതായിട്ടാണ് കാണുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 1, 2, 3 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മശനിയുണ്ട്. അതുപോലെ തന്നെ വ്യാഴം പകുതി അനുകൂലമായിട്ട് ഇവർക്ക് 4ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ശുക്രൻ 2ൽ സഞ്ചരിക്കുന്നതാണ് ഇവർക്ക് ഏറ്റവും അനുകൂലം. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് വലിയ ഗുണവും പ്രവർത്തനങ്ങളിൽ വിജയവും എല്ലാവരോടും വളരെ സൗമ്യതയോടുകൂടിയും സ്നേഹസമ്പന്നവുമായി സംസാരിക്കാനും ഇടപെടാനുമൊക്കെ സാധിക്കുന്നത് കൊണ്ട് നല്ല വാർത്തകൾ കേൾക്കുന്നു. നാവിൽ നിന്ന് വരുന്നതൊക്കെയും ഗുണകരമായിട്ട് വരുന്നു. അതെല്ലാം പണമായി മാറുന്നതിനുള്ള സാധ്യത വർദ്ധിക്കുന്നു. പ്രവർത്തനങ്ങളിൽ, ജോലിയിൽ, അതുപോലെ ഇടപെടുന്ന കാര്യങ്ങളിലൊക്കെ തന്നെയും ഇവർക്ക് വിജയമോ സാമ്പത്തിക നേട്ടമോ ഉണ്ടാകുന്നു. കുടുംബത്ത് സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുന്നു. ജോലിസ്ഥലത്തും ഇതുപോലെ തന്നെയാണ്. ഇടപെടുന്ന സമൂഹങ്ങളിലൊക്കെ തന്നെ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഗുണമുണ്ടാകുന്നു. ഈ ആഴ്ചയെ സംബന്ധിച്ച് നോക്കുമ്പോൾ തുടക്ക ദിവസത്തിൽ അല്പം പ്രശ്നമുണ്ടാകുമെങ്കിലും പിന്നീടുള്ള ദിവസങ്ങൾ ഇവർക്ക് ഗുണകരമാണ്. ആഴ്ചയുടെ അവസാന ദിവസത്തിലും അപ്രതീക്ഷിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും നടുക്കുള്ള ഭാഗങ്ങൾ, അതായത് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ട് കാണുന്നു. തിങ്കൾ, ചൊവ്വ, വ്യാഴം, വെള്ളി ദിവസങ്ങൾ, വെള്ളി തികച്ചു വരുന്നില്ല. തിങ്കളും ചൊവ്വയും ബുധനും വ്യാഴവും വെള്ളിയാഴ്ച രാത്രി വരെയും ഇവർക്ക് ഗുണകരമായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, അതുവരെ ഉണ്ടായിരുന്ന കടബാധ്യതകൾക്ക് വളരെ വലിയ തോതിലെങ്കിലും ആശ്വാസം ലഭിക്കുന്നതായിട്ട് കാണുന്നു. ഈ നക്ഷത്രക്കാരിൽ നിന്ന് ആരെങ്കിലും വിലപ്പെട്ട വസ്തുക്കളോ പണമോ വാങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനി തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന അവസ്ഥയ്ക്കൊരു മാറ്റം വരുന്നു. തിരിച്ചു തരാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയോ കുറച്ചെങ്കിലുമായി തിരിച്ചു തരികയോ ചെയ്യുന്നു. നഷ്ടപ്പെട്ട മുതൽ തിരിച്ചു കിട്ടുന്നു. മോഷ്ടിക്കപ്പെട്ട വസ്തു പോലും തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പല കാര്യങ്ങളിലും ഇവർക്ക് മുടക്കം മാറുന്നു. കലഹം അവസാനിക്കുന്നു. മൈത്രി ബന്ധം കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുന്നു. പ്രണയ സാഫല്യം നേടുന്നു. പ്രണയതാക്കൾ തമ്മിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ, പിണക്കമുണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം സംഭവിക്കുന്നു. ദാമ്പത്യത്തിലും അത് തെളിവായി വരുന്നു. എന്തായാലും പൊതുവേ ഗുണകരമാണ്. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ മാത്രമാണ് ദോഷം. മീനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 2, 3, 4, 5, 6 രാത്രി വരെയും ഗുണകരമാണ്. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. ശനിദോഷ പരിഹാരത്തിന് ശനിയാഴ്ച ദിവസം വ്രതശുദ്ധിയോടുകൂടി കറുത്ത പട്ട് സമർപ്പിക്കുക. ശാസ്താവിനോ അയ്യപ്പസ്വാമിക്കോ ശനീശ്വരനോ സമർപ്പിക്കുക. നീരാഞ്ജനം കഴിപ്പിക്കുക. അതുപോലെ തന്നെ കടുംപായസം കഴിപ്പിക്കുകയും ചെയ്യാം. കാക്കയ്ക്കിടത്തെ കൈ കൊണ്ട് എച്ചിൽ കൊടുക്കുക. തെരുവുനായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക.
അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ് വ്യാഴദോഷം. ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം ജപിക്കുക, വിഷ്ണുസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക, പാൽപ്പായസ നൈവേദ്യമോ നെയ്വിളക്ക് കത്തിക്കലോ ആകാം, മഞ്ഞപ്പട്ട് സമർപ്പിക്കുക. ഓം നാഗായ നമ എന്ന് ജപിക്കുക, നാഗദോഷങ്ങൾക്ക്. നൂറും പാലും കൊടുക്കുക നാഗദൈവങ്ങൾക്ക്. അതുപോലെ തന്നെയാണ് കേതുദോഷത്തിനും കറുകമാല അർപ്പിക്കുക ഗണപതിക്ക്, ഉണ്ണിയപ്പ നിവേദ്യം, നാളികേരം മുടയ്ക്കൽ, പിന്നെ ഗണപതി ഹോമം, ഇതൊക്കെ വളരെ നല്ലതാണ്. കറുകമാല അർപ്പിക്കുന്നതും വളരെ ഗുണകരമാണ്. ഓം ഗം ഗണപതയെ നമ എന്നോ ഓം ശ്രീ മഹാഗണപതയെ നമ എന്നോ ഒക്കെ ചൊല്ലുക. ഗണപതിയുടെ കവചം ചൊല്ലുന്നതുമൊക്കെ വളരെ നല്ലതാണ്. എല്ലാവർക്കും നല്ലൊരു ആഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.